ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും വിശേഷപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ ഇ അടങ്ങിയ രുചികരമായ ഒരു ബദാം മിൽക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ബദാം മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് പാല് തിളപ്പിച്ചത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പഞ്ചസാര, അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാനിവിടെ 20 ബദാം എടുത്തിട്ടുണ്ട്. ബദാം നമ്മൾ ഒരു 4-5 മണിക്കൂറൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, തൊലിയോടെ അല്ല. പിന്നെ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അതൊരു 2 സ്പൂൺ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്, അതൊരു ടേസ്റ്റിന് വേണ്ടി, ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏലക്ക എടുത്താലും മതി, 1-2 ഏലക്ക പൊടിച്ചെടുത്താലും മതി. വാനില എസൻസിന് പകരമായിട്ട് നമുക്ക് ഏലക്ക വേണമെങ്കിലും എടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതുകൂടി ചേർക്കാം, അത് ഓപ്ഷനിലാണ്. പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബ്സ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് തണുപ്പിച്ചെടുക്കാം. നമുക്കിനി ബദാം ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ബദാം നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു, അത് ഓപ്ഷനിലാണ്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചും ഹെൽത്ത് നോക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പാലിൽ പഞ്ചസാരയൊന്നും പ്രത്യേകമായിട്ട് ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടി ആവശ്യമുള്ള അത്രയും പാല് മാത്രം ആദ്യം ചേർത്തിട്ട് അരക്കും. ഇനി ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ബാക്കി പാൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ കാര്യം റെഡിയാകും. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ബദാം അരക്കുന്ന സമയത്ത് പാല് കൂടുതൽ ഒഴിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ തരിതരിയായിട്ട് കിടന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ ആദ്യം അടിച്ചെടുക്കണം. പിന്നെ രണ്ടാമത് നമ്മൾ പാല് ചേർത്ത് അടിക്കുമ്പോഴും കൂടുതൽ പാലുണ്ടെങ്കിൽ സൂക്ഷിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരല്പം ബദാം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബദാം മിൽക്ക് റെസിപ്പി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബദാം തിന്നാൻ കൊടുത്താൽ കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടല്ലേ. അപ്പോൾ ബദാം മിൽക്ക് ആണെങ്കിൽ അവർ മുഴുവനും കുടിക്കും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുട്ടികളുടെ ബുദ്ധിക്കും ഓർമ്മശക്തിക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ്, ഈ ഒരു സ്പെഷ്യൽ മിൽക്ക്. പഠിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഇതൊന്ന് കൊടുത്ത് നോക്കുക. തീർച്ചയായിട്ടും ആ പഠനത്തിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ബദാം. അതുകൊണ്ട് തന്നെ പ്രായമാകുന്നതിനെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകുന്നു. കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും കുറച്ച് ഗ്ലോയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ എനർജി ഡ്രിങ്ക് റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ വേഗം തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി വരും, അതോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.